ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമല്ലേ, അതുപോലെ നല്ല ഇഷ്ടമായിട്ട് കഴിക്കുന്ന അടിപൊളി ഒരു ഐറ്റമാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോളം വരുന്ന മധുരക്കിഴങ്ങാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ തോലയ്ക്കൊന്ന് കളയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് മുറിച്ചിട്ട് തോല് കളയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പീലർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ പീൽ ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ എല്ലാത്തിൻ്റെയും തോലിക്കൊന്ന് കളയാം. തോല് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് കഴുകിയിട്ടാണ് ഇതിൻ്റെ തോല് കളഞ്ഞത്. ഇപ്പോൾ മണ്ണ് അധികം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകുകയാണെങ്കിൽ മണ്ണൊക്കെ ഫുള്ളായിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് കഴുകിയെടുക്കണം. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കിട്ടിയില്ലേ, അതേപോലെ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. വല്ലാണ്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കല്ലേ. അപ്പോൾ പിന്നെ ഇതിന് നല്ല കട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ കത്തി എടുക്കുമ്പോൾ കുറച്ച് നല്ല കത്തി എടുത്താലേ നന്നായിട്ട് മുറിച്ച് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഹാർഡായിട്ടിരിക്കും. എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിലൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. വല്ലാണ്ട് തീരെ ചെറുതായിട്ട് നിങ്ങൾ അരിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇപ്പം അല്ലാണ്ട് കട്ടി കൂട്ടി അരിയേണ്ട, ഒരു മീഡിയം സൈസിൽ ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിനൊരു സ്റ്റാർച്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പോയി കിട്ടാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് വെളുത്ത് നന്നായിട്ടൊരു സ്റ്റാർച്ചൊക്കെ പോയി കിട്ടണത്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളമൊക്കെ വാലാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. നമുക്കിതിലേക്ക് കഷ്ണങ്ങളിലിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ഉപ്പാണ്. ഇതിൻ്റെ എണ്ണ നിങ്ങളുടെ അനുസരിച്ച് വേണോട്ട് എടുക്കാനായിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടാതെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് പൊടികളെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിതിൽ ഇടയ്ക്കൊന്ന് തൂവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എടുത്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലൊരു മണമായിരിക്കും നിങ്ങളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ. ഇത് നമ്മൾ പച്ചമാങ്ങയൊക്കെ കഴിക്കില്ല, പച്ചമാങ്ങ ഉപ്പൊക്കെ കൂട്ടി കഴിക്കണ പോലെ, അതേപോലെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളാരും കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പം ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ശകലം ഉപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇത് കൂടാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കഴുകിയിട്ട് തോലോട് കൂടി തന്നെയാണ് കേട്ടോ ചതച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു മീഡിയം സൈസ് സവോള. അപ്പോൾ സവോള അരിയുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ വേണം അരിയാൻ കേട്ടോ. ഇത് നമ്മൾ ബേക്ക് ചെയ്താണ് കേട്ടോ എടുക്കാൻ. അപ്പോൾ ഒരു വലിയ ബേക്കിംഗ് ട്രേ എടുക്കുക. അതിലേക്ക് ബട്ടർ പേപ്പറോ എല്ലാം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാണ്ട് കനത്തിൽ ഇട്ട് കൊടുക്കുകയില്ല, കുറച്ച് അകലത്തിൽ തന്നെ വേണം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ നന്നായിട്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ അല്ലികളും അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയൊക്കെ ഒന്ന് വിതറി കൊടുക്കണം. കൂടാതെ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഒരു 4 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ എണ്ണയിൽ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ അതിൽ കിട്ടും. കൂടാതെ ഞാൻ കുറച്ച് റോസ്മേരി, ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ കേട്ടോ. റോസ്മേരിയുടെ തണ്ടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവൻ്റെ ഹീറ്റ് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് ഏകദേശം ഒരു 40 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതെങ്കിൽ നന്നായിട്ട് അപ്പോഴേക്കും ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്നിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഒരേപോലെ ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയില്ലേ, ആ പൊടിയൊന്ന് വിതറി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് 20 മിനിറ്റ് കൂടെ വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ രീതിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത നമ്മുടെ പൊട്ടറ്റോ ചിപ്സാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.